ജീവിതത്തിൽ സാമ്പത്തിക തകർച്ചയും പ്രതിസന്ധികളും നിരാശയും നിങ്ങളെ വേട്ടയാടുകയാണോ? വഴികളെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരു കരമുണ്ട്. അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്നേഹത്തണലാണ്. സാമ്പത്തിക പരാജയങ്ങളിലും തളർച്ചയിലും വീണുപോകുന്ന മക്കളെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കൈപ്പിടിച്ചുയർത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ആണ് ഇത്. എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് കരുതുന്നിടത്താണ് ദൈവത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുന്നത്. കയ്യിലൊന്നുമില്ലാതെ കടബാധ്യതകളും സാമ്പത്തിക തകർച്ചയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു അമ്മ നമുക്കുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ മാനക്കേടും സങ്കടവും ആദ്യം തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അവരോട് പറയാതെ തന്നെ അമ്മ ഈശോയുടെ മുൻപിൽ ആവശ്യം വെച്ചു. അവർക്ക് വീഞ്ഞില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തിക സമാധാനം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, കടങ്ങൾ പെരുകി വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ, അമ്മ നിങ്ങളുടെ ഈ അവസ്ഥയും ഈശോയുടെ തിരുമുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അമ്മ നമ്മെ എങ്ങനെയാണ് ഉയർത്തുന്നത് എന്ന് നോക്കാം. സാമ്പത്തിക തകർച്ചയിൽ ഭയന്നു പോകുന്ന മനസ്സിനെ മാതാവ് തരുമെന്ന് ഉറപ്പു നൽകുന്ന ഒന്നാം കാര്യം ദൈവത്തിലുള്ള ശരണപ്പെടലാണ്. ഭയപ്പെടേണ്ട എന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാനായിൽ അമ്മ നൽകിയ ഒരേയൊരു നിർദ്ദേശം ഇതായിരുന്നു: അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെ പ്രയത്നങ്ങളെ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന വിവേകം അമ്മ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകുന്നു. വെറും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ഈശോയ്ക്ക് നിങ്ങളുടെ നിസ്സാരമായ അധ്വാനങ്ങളെ വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. അമ്മയുടെ മധ്യസ്ഥത വഴി അടഞ്ഞുപോയ സാമ്പത്തിക വാതിലുകൾ അത്ഭുതകരമായി തുറക്കപ്പെടും. സുഹൃത്തുക്കളെ, സാമ്പത്തിക പരാജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. അമ്മയോട് ചേർന്ന് നിൽക്കുന്ന, മാതാവിൻ്റെ ജപമാല പ്രാർത്ഥന കൈവിടാതെ പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ കൂടെ അമ്മയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരും അധ്വാനവും അമ്മ ഒരിക്കലും കണ്ടില്ല നടിക്കില്ല. വീണുപോയിടത്തു നിന്ന് നിങ്ങളെ അതിശക്തമായി ഉയർത്തുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് കഴിയും. അമ്മയിൽ ആശ്രയിക്കുക. നിങ്ങളുടെ കുറവുകൾ സമൃദ്ധിയായി മാറുന്ന അത്ഭുതം നിങ്ങൾ കാണും. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.